ഇല്ല. കാരണം നമ്മൾ ട്രൂത്തിൽ നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ 25 വർഷമായിട്ട് വെറും മനോധർമ്മമാണ്. ഈ രാത്രി വായിച്ചതേ അല്ല നാളെ വായിക്കുന്നത്. പാട്ടുകളല്ല അത് തന്നെ, പക്ഷെ അതിൽ ചെറിയ ചെറിയ കൊമ്പും ചൊല്ലുകളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ പരസ്പരം ആസ്വദിക്കുക, എന്താക്കുന്ന ശരി കൈവെക്കുക, എന്താ അറിയില്ല. ഇപ്പോൾ തബലയിൽ ജിത്തു ഉമ്മൻ, വിശദമായിട്ടൊന്നും പറയണ്ടല്ലോ. ശരി. സിത്താറിൽ KJ പോൾസൺ, ഡ്രംസ് സുനിൽ കുമാർ PK, കീബോർഡ്സ് വിനീഷ്, ടോട്ടൽ വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് നിഖിൽ റാം, നിങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ ലിജിൻ ഭായ് അവിടെ നോക്കാണ്, ഞങ്ങളുടെ ഷൂട്ട് മാനേജർ പാർവതി. അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും തുടക്കത്തിൽ ഇത് ഒന്ന് പറയാം. ഇങ്ങനെ കണ്ണൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കണ്ണൻ, പിന്നെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്, പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അങ്ങനെ 3 പേര് വന്നാൽ കാരണം ഈ ഒരു പൊസിഷൻ എന്തെങ്കിലും മാറിയാലൊക്കെ അത്ര നേരെ. അപ്പോൾ എല്ലാവർക്കും ഉള്ള നന്ദി. സൗണ്ട്സ് മുതൽക്ക് ഇവിടെ ഓരോ ആണിയടിച്ച് വരെ നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പ്രയത്നത്തെ മാനിക്കുന്നു. ഇന്നിവിടെ വന്നു ചേർന്ന ഓരോരുത്തർക്കും വരണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കാരണത്താൽ വരാൻ കഴിയാതെ പോയവർ ആരൊക്കെ നമുക്കറിയില്ല, അവർക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം. പിന്നെ രാജേഷ് പ്രത്യേകം പറഞ്ഞില്ല, ഞാൻ ഈ മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജേഷ് എന്നൊക്കെ പറയുന്നതിനേക്കാളും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രാജേഷ് പ്രത്യേകം പറയുക, രാജേഷിൻ്റെ പല കൺസേർട്ടുകളും കേട്ടിട്ടുള്ളതാണ് വ്യക്തിപരമായിട്ട്. പിന്നെ അത് കൂടാതെ നിയമസഭയിൽ തന്നെ 2 പ്രാവശ്യം പാടിയപ്പോഴൊക്കെ രാജേഷ് ഫ്രണ്ടിലിരുന്ന്. അപ്പം ഇന്ന് വരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിന് അത്യാവശ്യമായിട്ട് CM വിളിച്ചു. അപ്പോൾ രാജേഷ് എല്ലാവരുടെയും പരിശ്രമം, ഓരോ സംഘാടകരുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി. ഇന്നത്തെ രാത്രി നമുക്ക് എന്തായാലും എല്ലാം പാടി തീർക്കാൻ കഴിയുന്നില്ല. മറ്റൊരിക്കൽ നമുക്ക് ഇങ്ങനെ കൂടിയിരിക്കാൻ കഴിയില്ല. അപ്പം എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത്, ഇതിൻ്റെ പിന്നിൽ കുറേ പെൺശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പേരെന്തല്ലേ, അത് ഗംഭീരമായ സംഘടനയാണ് കേട്ടോ. ഇത് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ പെൺകുട്ടികളും. പിന്നെ അപ്പം അങ്ങനെ ഓരോരുത്തർക്കും എന്തെങ്കിലും വിട്ടുപോയാൽ ക്ഷമിക്കണേ. ഞാൻ പറഞ്ഞത് തരാം, ഈ ഏതെങ്കിലും ഒന്ന് പാടി അങ്ങനെ പിരിഞ്ഞു പോണതാ ഒരു മധുരം, അതിൻ്റെ സ്നേഹം, അതിൻ്റെ വിഷാദം. അത് പ്രാണസഖ്യ ആക്കിയല്ലേ നല്ലത്. അതിലെങ്ങനെ പോവാന്നല്ലേ. എന്നിട്ട് നമുക്ക് അടുത്ത കുറി കണ്ടുമുട്ടും. ഇതിപ്പോ എല്ലാ കൊല്ലം ഇല്ലേ? അങ്ങനെ കേട്ടോ, എല്ലാവരും ഒന്ന് പാടട്ടെ. നമുക്ക് വേറെ ഏതെങ്കിലും സമയത്ത് വേറെ എവിടെയെങ്കിലും വെച്ചായിരിക്കും, ഇവിടത്തിനാണെങ്കിൽ അങ്ങനെ വേറെ എവിടെയെങ്കിലും കേട്ടോ കണ്ടുമുട്ടും. അപ്പോൾ പ്രാണസഖി നമ്മളെപ്പോഴും പാടുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് എന്നുള്ളവർക്ക് മാത്രമല്ല, ഏറ്റവും വരികവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, താഴെ തട്ടിലുള്ള മനുഷ്യർ. അപ്പോൾ അവരൊക്കെ പ്രതിദാനം ചെയ്യുന്ന വലിയ പാട്ടാണത്. കാരണം എന്താ പറയുക, വലിയ ഒരു കിങ്ഡം, ഇങ്ങനെ ആ വാക്കൊന്നും ശരിയല്ല, കിങ്ഡം കുഞ്ഞ രാജാവ് ശരിയല്ല. ഞാൻ പറയാം, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കയറി ഇരുന്നില്ല എന്നേക്കുമായിട്ട്. അത് തെരുവിൽ നിന്ന് വന്നിട്ടാണ്, ഒരു ശൂന്യമായ ഇടത്തിൽ നിന്നും വന്നിട്ടാണ് ബാബുക്ക് അത് ചെയ്തത്. അപ്പോൾ നമ്മൾ പ്രാണസഖി പാടി പോകുമ്പോൾ എപ്പോഴും നമ്മളെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണിലേക്ക് നോക്കണം, മനസ്സിലായി? അപ്പോൾ അവിടെ നമുക്ക് സ്നേഹം കാണാം, നമ്മൾ വന്ന വഴികൾ കാണാം. ഇപ്പോൾ ചാലിശ്ശേരി തന്നെ നിങ്ങളിപ്പോൾ ഈ പറയണമാതിരി ഇപ്പം ഈ ജുബിൻ തേങ്ങ കിട്ടിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് ചരിത്രമുണ്ട് ചാലിശ്ശേരിയായിരിക്കുമ്പോൾ. ഒന്നാമത് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷാഹുലാണ് എൻ്റെ സോൾ ഓഫ് അനാമിക എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൽബത്തിൽ നേതൃത്വം വഹിച്ചത്. അതൊരു ചാലിശ്ശേരിക്കാരനാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അജയൻ ചാലിശ്ശേരി. അജയൻ ഇവിടെ ഉണ്ട്. അജയൻ്റെ പെണ്ണുണ്ട്, അവർ സംഗീതജ്ഞയാണ്. അപ്പോൾ അജയന് ഞാനൊക്കെ എത്രയോ വർഷത്തെ ബന്ധമാണ്. ഞങ്ങൾ വേറെയും പല സന്ദർഭങ്ങളിൽ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത്രയും ജനം ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ആളറിയാതെ ഒക്കെ ഈ ചാലിശ്ശേരിൻ്റെ തെരുവുകളിലൂടെയും മുറികളിലൂടെയൊക്കെ പാടി പോയിട്ടുണ്ട് ഒരു കാലത്ത്.
10 വർഷം മുമ്പാണ് ലാസ്റ്റ് പാടിയത് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇതൊക്കെ നമ്മളിങ്ങനെയൊക്കെ എത്തുമ്പോഴും പിന്നെ തളപ്പറ്റ മുഴറ്റിക്ക് എന്ന് പറഞ്ഞ മാതിരി സംഭവം ഉണ്ടാവുകയാണ് ജീവിതത്തിൽ എല്ലാവർക്കും. അപ്പോൾ ആ അടിത്തട്ടിനെ ഓർക്കാൻ വേണ്ടിയിട്ട് താമസിക്ക് പാടി നമ്മളങ്ങനെ തിരിഞ്ഞു പോകും. അപ്പൊ ഈ സ്നേഹം നമ്മൾ എന്ത് കാരണവശാലും വിടരുത്. ഏത് ഭീകര കഴുകന്മാര് നമ്മളെ കൂട്ടത്തിന് സ്നേഹമുള്ള ആരെയും റാഞ്ചിക്കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കരുത്. ഓക്കെ, അപ്പൊ സ്നേഹത്തിന്റെ വലിയ ശക്തിയായിട്ട് നിൽക്കാം. നിങ്ങൾ എന്തെടുത്ത് ഇത് ചെയ്താലും ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് കൂട്ടിപ്പിടിക്കാൻ ചെയ്യാൻ തോൽപ്പിക്കാനാണ് ആർക്കും കഴിയും. ഇപ്പൊ പ്രാണസയ്ക്ക് പാടി നമ്മളങ്ങനെ പിരിഞ്ഞു പോവാണ്. എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം. നമുക്ക് ഭൈരവി രാഗം ഇങ്ങനെ കേട്ട് ഇന്നത്തെ രാത്രി എങ്ങനെയാണോ പ്രാണസയ്ക്ക് വരുന്നത് അങ്ങനെ കേട്ടോ.
ചന്ദനേഴും ചന്ദ്രികാതൻ ചന്ദന മണിവരും സങ്കൽപ്പത്തിൻ ശോകം മനമണിയിൽ ചന്ദനേഴും ചന്ദ്രികാതൻ ചന്ദന സുന്ദര വസന്തരാവിൻ ഇന്ദ്രാനീല മണ്ഡപത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രാനീല മണ്ഡപത്തിൽ എന്നും എന്റെ കൂടെ താമസിക്കാതെ കൂടെ മലയാൾക്ക് താമസിക്കാതെ കരളിൽ മലയാൾക്ക് താമസിക്കാതെ കരളിൽ തങ്ക കിനാക്കൾ കൊണ്ടൊരു താമസിക്കാനും കരള് തങ്ക കിനാക്കൾ കൊണ്ടൊരു ഞാൻ മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത കമ്മതിയെ കാണാത്ത വീഥികളിൽ വേണുരോ
സത്യം